ഡോക്ടർ ആരിഫ് ഹുസൈൻ, നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹൃദയമായിരുന്നു സത്യസരണി എന്ന മതപരിവർത്തന കേന്ദ്രം. അനവധി പരാതികൾ ലഭിച്ചിട്ടും നമ്മുടെ കേരള പോലീസ് ആ ഏരിയയിലേക്ക് പോലും തിരിഞ്ഞു നോക്കാത്തപ്പോഴായിരുന്നു NIA ഇറങ്ങിയതും തൊട്ടു പിന്നാലെ ED സത്യസരണി കണ്ടുകെട്ടിയതും. അങ്ങനെ പൂട്ടിക്കെട്ടിയ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനാണ് പരിശുദ്ധ റമദാൻ മാസത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിനായി സക്കാത്ത് ആവശ്യപ്പെടുന്നത്. ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലല്ലേ? നോക്കൂ ആരിഫ് ഹുസൈൻ, ഈ സത്യസരണി മഞ്ചേരി ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ അവരുടെ പേജുണ്ട്. ആ പേജിൽ ഇത് 10 മണിക്കൂർ മുമ്പ് പോലും അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മർക്കസുൽ ഹിദായ സത്യസരണി ഇസ്ലാം സ്വീകരിച്ചവർക്കും പാരമ്പര്യ മുസ്ലിങ്ങൾക്കും പ്രാഥമിക ഇസ്ലാമിക പഠന കോഴ്സ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ഹോസ്റ്റൽ സൗകര്യം, പഠന കാലയളവിൽ ഭക്ഷണം, വസ്ത്രം, ചികിത്സ, പഠന സാമഗ്രികൾ എന്നിവ നൽകുന്നു. പോസ്റ്റുകൾ മാത്രമല്ല, ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവരുടെ പ്രവർത്തകർ പലയിടങ്ങളിലും പരസ്യമായിട്ട് തന്നെയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 23 ഉള്ള ഒരു പോസ്റ്റ് നിങ്ങളതിൽ നോക്കിയാൽ കാണാൻ പറ്റും. പെരുമ്പാവൂരിൽ ഇവരൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. അതിന് മുമ്പ് ഫെബ്രുവരി 15 സത്യസരണി ബോർഡ് വെച്ചിട്ട് തന്നെയാണ് വെട്ടേക്കോട് സമ്മേളന നഗരി. പ്രധാനപ്പെട്ട ഈ മുസ്ലിം ഇസ്ലാം മതസമ്മേളന നഗരികളിൽ ഒക്കെ ഇവരുടെ സാന്നിധ്യം ഇവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സത്യസരണിയുടെ സ്വത്തുവകകൾ ED കണ്ടുകെട്ടിയിരിക്കുകയാണ്. സത്യസരണിയും PFIയും തമ്മിലുള്ള ബന്ധം അത് പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി PFIയെ നിരോധിച്ചതാണ്, അതേപോലെ നിരോധിക്കപ്പെട്ടതാണ് സത്യസരണിയുടെ പ്രവർത്തനം. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമായി വ്യാപരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? ഞാനിതിൽ ആദ്യം ചോദിക്കുന്നത്, ഇത് അടച്ചു പൂട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് അടച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ഇതാണ് എൻ്റെ സംശയം. മാത്രമല്ല, ഇപ്പം ഈ ഒരു വിഷയം ഇപ്പം നമ്മളിവിടെ ഒരു വാർത്ത എന്നോണം ഇത് നമ്മൾ വിളിച്ചറിയിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇതിനെ കുറിച്ചൊരു ചർച്ച എന്ന് പറയുമ്പോൾ നമ്മളിത് അന്വേഷിക്കുകയാണ്. ഇത് എവിടെയൊക്കെയാണ് ഇത് റിപ്പോർട്ട് ചെയ്ത് വന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ ഞാൻ തപ്പി നോക്കിയിട്ട് ഈ അവസാനം വരെയും നോക്കിയിട്ട് ജനം TV-യിലും ജന്മഭൂമിയിലും അല്ലാതെ വേറെ എവിടെയും ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ഇത് ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ, അതോ ഇത് വേറെ ആരെങ്കിലും ഇത് വാർത്ത കൊടുക്കാൻ മെനക്കെടാത്തത് കൊണ്ടാണോ ഇങ്ങനെ വരുന്നത്, അതോ ഇത് പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നുള്ളത് കൊണ്ടാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ പോലും മടിക്കാത്തതാണോ അല്ലേ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ ഉണ്ട്. ഒരു വശത്ത് അതാണ്. രണ്ടാമത്തേത്, അടച്ചുപൂട്ടി ഇതിനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് ഇത് അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്ന് ഇതിന് ഒരു വീഡിയോ ചെയ്ത് ഓർക്കുന്നുണ്ട്. കട പൂട്ടി തന്നെയായിരുന്നു അതിന് നമ്മൾ ടൈറ്റിൽ ഇട്ടത്. അപ്പോൾ അങ്ങനെ തന്നെ കട പൂട്ടുന്ന തരത്തിലുള്ള ഒരു നീക്കം അന്ന് ഒരുപാട് സ്ഥാപനങ്ങളുടെ പേര് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ സത്യസരണി മഞ്ചേരിയിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ പേരൊക്കെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അത് പൂട്ടി എന്നുള്ള ഒരു രൂപം തന്നെ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് വെച്ചുകൊണ്ട് അത് നടത്തിയിട്ട് പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൻ്റെ വ്യക്തികൾ തന്നെ മുന്നോട്ട് വന്നിട്ട് ഇതിനു വേണ്ടി ഫണ്ട് പിരിവ് നടത്തുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് ഈ സത്യസരണിയെ സംബന്ധിച്ചിട്ടുള്ള ചില ഒളി ക്യാമറ ഓപ്പറേഷൻസ് ഒക്കെ പണ്ട് നടന്നത് നമ്മൾ ഓർക്കുന്നുണ്ടാവും, 2017 കാലഘട്ടത്തിലൊക്കെ. അപ്പം അന്ന് അവിടെ ചെല്ലുന്നു, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ അന്വേഷിക്കുന്നു. ഇന്ത്യ ടുഡേ ആണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അപ്പോൾ അതിൽ അവിടെയുള്ള PFIയുമായി നേരിട്ട് ബന്ധമുള്ള സ്ത്രീകളൊക്കെ ആയിരുന്നു അവിടെ ഓൾറെഡി വർക്ക് ചെയ്തിരുന്നതും അവരിതിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നത്, എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ നമ്മളവിടെ കാണും. വീണ്ടും നമ്മളിത് പറയുമ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവി ഇവിടെ വരും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ ഘട്ടത്തിലൂടെയും പോയി അത് കണ്ടും പരിചയമുള്ള, അതല്ലെങ്കിൽ അതോടൊപ്പം ഇതിൽ വന്നിട്ടുള്ള ആളുകൾ നമ്മളടുത്ത് അനുഭവം പറഞ്ഞിട്ടുള്ള ആ ഒരു മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു സെന്റർ, ഒരു പള്ളിയൊക്കെ ആയിട്ട് ഒരു ചിത്രീകരണമൊക്കെ കാണിക്കുന്ന ഒരു സ്ഥാപനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് ഈ പറയുന്ന സത്യസരണി എന്ന് പറയുന്നത്. അതായത് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മതം മാറ്റവും അതിനു വേണ്ട ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിനും അവരുടെ സർവൈവൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം അവിടെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൂടാതെ ഇപ്പോൾ ഹാദിയ അഖിലയുടെ വിഷയത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാം, അവിടെ ഒരു സൈനബ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ നമുക്ക് അവിടെ കാണാം. ഈ സൈനബ ഈ പറയുന്ന ഇതേ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ആളാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയും. അപ്പം എങ്ങനെ നോക്കിയാലും വളരെയധികം
ഈ മതം മാറ്റവും അത് അതുമായി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും അവർക്ക് ആ വഴി എളുപ്പമാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന, അത് നേരെ ചൊവ്വ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതുപോലെ ഗൂഢലക്ഷ്യങ്ങൾ വെച്ചിട്ട് പോലും നടത്തുന്നതിന് അവിടെ വഴി വെക്കുന്നു എന്നുള്ളത് നിരന്തരം തെളിവുകൾ ലഭിച്ചിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഓപ്പറേഷൻസ് പത്രങ്ങൾ തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും അത് അടച്ചു പൂട്ടി എന്ന് പറഞ്ഞിട്ടും ഇപ്പൊ വീണ്ടും ഇത് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു? അപ്പൊ നമ്മളുടെ നിയമ സംവിധാനങ്ങൾ സത്യത്തിൽ ഇത് താഴിട്ട് അങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ ആ വഴിക്ക് അങ്ങ് പോവുകയാണോ എന്നൊരു ചോദ്യം. എന്തായാലും അതല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇപ്പോൾ അത് രണ്ടാമത് പൊങ്ങി വരുന്നു എന്ന് പറയുമ്പോഴാണ്. പക്ഷെ അത് നമ്മൾ കാണുന്നത് ഇവരെത്ര ലാഘവത്തോടു കൂടിയാണ് ഇങ്ങനെ പൂട്ടിയ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിലൂടെ പ്രചാരണം കൊടുക്കുന്നത്. അവിടെയാണ് ഇതിന്റെ ഒരു ഭീകരത എന്റെയൊക്കെ മനസ്സിലൂടെ പോകുന്നത്. കാരണം നമ്മളൊക്കെ ഒരു ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു, പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിക്കുന്നു, ഇത്തരം തീവ്രവാദ സ്വഭാവങ്ങളുള്ള ആളുകളെയൊക്കെ കൂച്ചുവിലം ഇടാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നൊരു ധൈര്യം. അതിൽ നടക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയൊരു ഒമിഷനായിട്ടാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുക. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ വീണ്ടും ഇത് ചെയ്യുന്നു. പച്ചയായിട്ട് പുറത്തു വന്ന് ഓപ്പൺ ആയിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ട് അടക്കം കാണിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ചെയ്യുന്ന ഒരു കാഴ്ച വരുമ്പോൾ ഇത് സത്യത്തിൽ ജനങ്ങൾക്ക് ഈ സംവിധാനങ്ങളോടുള്ള ഒരു മതിപ്പ് കുറയുന്നതിനും ഈ സംവിധാനങ്ങളുടെ കാര്യക്ഷമത സംബന്ധിച്ചിട്ട് കാര്യമായൊരു സംശയം ഉടലെടുക്കുന്നതിനും കൂടിയല്ല ഇത് വഴിവെക്കാന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താണ് സംഭവിച്ചത്? അവർ ഇതിനെ പുല്ലുവില കൽപ്പിക്കുന്നതാണോ എന്നതിനോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ ഈ സംവിധാനങ്ങൾ കാര്യക്ഷമമായിട്ടാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്? കാരണം ഇത് അത്ര ലാഘവത്തോടു കൂടി എടുക്കേണ്ട വിഷയമല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഇസ്ലാമിക തീവ്രവാദവും അതുമായി കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് ഈ പ്രണയം നടിച്ചുകൊണ്ടുള്ള മതം മാറ്റലും എല്ലാം നടക്കുന്ന ഒരു വലിയൊരു പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ പറയുന്ന സത്യസരണി എന്ന് പറയുന്നത്. അത് ഇത്ര ലാഘവത്തോടുകൂടി കാണുന്നത് എങ്ങനെയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത്, നമ്മളെ നിയമ സംവിധാനങ്ങൾ, അത് നടപ്പിലാക്കേണ്ട ബോഡീസ്, സെക്യൂരിറ്റി ബോഡീസ്, അവർ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് ഇത്തരം കാര്യങ്ങളെ കാണണം. ഇത് ചെറിയ ഒരു കുട്ടിക്കളിയല്ല എന്ന രീതിയിൽ കാണേണ്ട ഒരു വിഷയമാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയത്തെ എടുക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോലും മുന്നോട്ട് വരാത്തൊരു അവസ്ഥയും കൂടി നമ്മളിവിടെ കാണുമ്പോൾ അതും കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമം ആ ഒരു നിലയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്.